ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നാടൻ വിഭവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് കരിമീൻ പൊള്ളിച്ചത്. ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൂടെയോ ഒക്കെ കഴിക്കാം. തന്നെ കഴിക്കാനായാലും കിഡിലെ ഐറ്റം സാധനമാണ്. അപ്പം ഞാനിവിടെ 2 കരിമീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീര്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൽ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം നമുക്ക്. എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. എന്നിട്ട് മീൻ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളത്തിന് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മസാല ഒരു പേസ്റ്റ് പോലെ ആക്കി എന്നിട്ട് നന്നായി തേച്ച് കൊടുക്കണം. നന്നായി തേച്ച് കൊടുത്ത് ആ മീനിൻ്റെ അകത്തേക്കും അതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ വാലൊക്കെ മുറിച്ചിട്ടുണ്ട്, ഒരു മീനിൻ്റെ തലയും മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, തലയായിട്ട് എടുക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം ഇത് നന്നായി മസാല ഒരു ഭാഗത്ത് എത്താതിരിക്കരുത്. ഉള്ളിലൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. നല്ല കട്ടിയായ മാംസമാണല്ലോ, അപ്പോൾ കുറച്ചധികം നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും. ഞാനിത് ഒരു 3-4 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ എണ്ണ ഉണ്ടാക്കാൻ നോക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാനാണ്. 2 സൈഡ് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള മാംസം ആയതുകൊണ്ട് നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഓരോ സൈഡിനും 5 മിനിറ്റ് വേണം. തൊലി ചീന്തി എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിതിൽ തൊലിയൊന്നും ചീന്തി എടുത്തിട്ടില്ല, ചെതമ്പൽ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് വീതം 2 സൈഡ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്കും 5 പച്ചമുളകും, രണ്ടും ചതച്ചതാണ്, പേസ്റ്റ് ആക്കൊന്നും വേണ്ട. അതിലേക്ക് 2 സവോള ചെറുതാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ 2.5 കപ്പ് ചുവന്നുള്ളി. ഞാൻ ഇവിടെ സവോള എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർക്കുക. 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതേ മസാലയൊക്കെ റെഡിയാണ്. വെളിച്ചെണ്ണയൊക്കെ പാകത്തിനുള്ളൂ, ഓവറായിട്ടൊന്നും വേണ്ട. ഇതേ ഞാനിവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്ത മസാല എല്ലാം അത്യാവശ്യം വലുപ്പത്തിന്, എത്ര മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മളത് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മുടെ മീൻ വെക്കാൻ. എന്നിട്ട് ആ മീനിൻ്റെ മേലെയും നമ്മൾ ഈ മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ആ മീൻ നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇല മടക്കാം. ആ ഇലയും അതുപോലെ കെട്ടാനുള്ള വള്ളിയും ഞാനിവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചിരട് ഉപയോഗിക്കാം, നൂല് ഉപയോഗിക്കാം. ഞാനിവിടെ വാഴത്തണ്ടിൻ്റെ തന്നെ ഒരു ചീന്താണ് എടുത്തിട്ട് വാട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 മീനും ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, കുറേയൊന്നും വേണ്ട. അതിലേക്ക് 2 പൊതിയും വെച്ച് നമുക്കത് മൂടി വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവി കയറ്റാം. അപ്പോൾ മീൻ ഏകദേശം കുക്ക്ഡാണ്. ഞാൻ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ ചേർന്ന് പിടിച്ചാൽ മതി. അപ്പോൾ 2 സൈഡും 5 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തണം. ഇനി ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം തുറന്ന് നോക്കാം. ഞങ്ങളിത് ചെമ്മീൻ ബിരിയാണിക്ക് കോമ്പിനേഷനായിട്ടാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ കരിമീൻ പൊള്ളിച്ചത് എന്താണ്. ഇതിൽ ഇൻസ്റ്റൻറ്റ് പൗഡേഴ്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.